അങ്ങനെ 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അഹമ്മദാബാദ് ജംഗ്ഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 6:45 ഇറങ്ങിയത്. 6:40 എത്തുമെന്നാണ് ഞങ്ങളുടെ ഇതിൽ കിടന്നെങ്കിൽ ഞങ്ങൾ എത്തിയപ്പോൾ 6:43 ആയി. എന്നിട്ട് എല്ലാവരും ഇവിടെ ഇറങ്ങി. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ലഗേജെല്ലാം കൊണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് വന്നിരുന്നു, ടൂറിസ്റ്റ് ബസ്. ആ ബസ് അടിപൊളി ബസ്സായിരുന്നു. അതിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി. ഇത് റൂമിൽ എത്തിയിട്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അവിടെ ഇട്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. റൂമിൽ പോയി കുളിച്ച് സെറ്റായിട്ടാണ് വീഡിയോ എടുത്തത്. ഒരു റൂമിൽ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയാണ് അവിടെ ചെന്നത്. ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും റെഡിയായിട്ട് ഫുഡ് കഴിക്കാൻ എത്തി. ഇതായിരുന്നു ഫുഡ്. ഫുഡിനെ പറ്റി എന്താ പറയാനുള്ളത്? നീ പറയണേ, ഫുഡിനെ പറ്റി പറ. വിശക്കാതിരിക്കണം. എടാ പറയടാ, ഫുഡിനെ പറ്റി പറ. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള അഡ്ലാ സ്റ്റെപ്പ് വെല്ലിൽ പോകാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഞങ്ങളവിടെ ഫോട്ടോ എടുപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പയ്യെ ലഗേജും സംഭവങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് അവിടെ കയറിയതുകൊണ്ട് ബാക്കി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ട് എല്ലാവരും പയ്യെ ബസ്സിൽ കയറി. ഞങ്ങൾ ബാക്കിൽ പോയി മുന്നേ സീറ്റ് പിടിച്ചായിരുന്നു. ഓരോരുത്തരും പയ്യെ കയറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. വെയിലുണ്ടായിരുന്നു, പക്ഷേ തണുപ്പുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് വെല്ലിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കുറച്ച് നടന്നിട്ട് ഞങ്ങൾ അവിടെ പോയി. ഇതാണ് അഡ്ലാ സ്റ്റെപ്പ് വെൽ. കുറച്ച് നേരം അവിടെ നിൽക്കാൻ സമയം ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന്. വെയിലുണ്ടായിരുന്നു. പിന്നെ പടിക്കൂടെ കുറേ പടി ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ അവിടെ ഒരു വെല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്. അതാണ് അവിടുത്തെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റി നടന്ന് കണ്ടു. അവിടെ കുറേ താഴെയും മുകളിലും ഒക്കെ കയറി ഇറങ്ങാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത്. കുറേ കൊത്തുപണികളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഒരു പട്ടിക്കുട്ടനെ കണ്ടു. നല്ല ഭംഗിയുള്ളൊരു പട്ടിക്കുട്ടനായിരുന്നു അത്. എല്ലാവരും അതിനെ പോയി കളിപ്പിച്ചു. ഒരു അങ്കിൾ കൊണ്ടുവന്നതാണ്. നല്ല രസമായിരുന്നു. അത് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. നല്ല രസമുള്ള ഒരു പട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി. ഞങ്ങൾ അവിടെ കണ്ടിട്ട് ബസ്സിൽ കയറി സബർമതി ആശ്രമത്തിലെത്തി. 1 മണിയൊക്കെയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. 1:15 തോന്നുന്നു. സബർമതി ആശ്രമത്തിലെത്തി. സബർമതി ആശ്രമത്തിൽ കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ സൈഡിലൊരു ഇങ്ങനെ പുഴ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഞങ്ങളവിടെ ഫുള്ള് നടന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അത് നടന്ന് ക്ഷീണിച്ചു എന്ന് വേണം പറയാൻ.
എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാര്യം കുറേ നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ വീട് പോലത്തെ ഇത് അങ്ങനത്തെ സംഭവങ്ങൾ ആയിരുന്നു അവിടെ ഫുള്ളും. ഞങ്ങളിതിട്ട് ഗാന്ധിജിയുടെ വീട് വന്നിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങി ഞങ്ങൾ കുറച്ച് അതിൻ്റെ പുറത്ത് നടന്നപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തോട്ട് ചെന്ന് അതിനെക്കാട്ടിയും കോമഡി ഞങ്ങളെ കുരങ്ങന്മാർ ഓട്ടിച്ച് അതിൻ്റെ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ അത് ബാക്കേ ഓടി വരും. ഞങ്ങൾ ഓടി, അല്ലെങ്കിൽ അത് അത് ഉപദ്രവിക്കും. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരുന്നത് അതെന്നെ ഓട്ടിച്ച് എൻ്റെ കൂട്ടുകാരികളെ ഓട്ടിച്ച് ഞങ്ങളെ 3 പേരും 3 വാക്കിന് ഓടി. കോമഡി ആയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അവിടെ കുറച്ച് ഭാഗങ്ങൾ കാണാനുണ്ടായിരുന്നു. പിന്നെ കുറേ എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു, മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഫുള്ളും ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിജിയുടെ ചരിത്രങ്ങളും സത്യാഗ്രഹവും അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ കസ്തൂർബാ ഗാന്ധിയുടെ അവരെ മക്കളെക്കുറിച്ച് അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മമാർ കുറച്ച് കളിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെന്നിട്ട് അതിൻ്റെ അകത്ത് കയറി. അമ്മമാരവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അതിൻ്റെ അകത്ത് കയറി. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് അതിൻ്റെ അകത്താണ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ ഫോട്ടോസ്, അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആക്ച്വലി ഡേ 2 ആണോ ഡേ 3 ആണോ? ഞാൻ ഡേ 3 എന്ന് പറഞ്ഞില്ല കേട്ടോ. വരച്ച ഭാഗങ്ങളല്ലേ ഗാന്ധി. നമ്മളെവിടെ നിൽക്കുന്നത്? ഉറക്കെ പറഞ്ഞോ. എങ്ങനെയുണ്ട് ഇവിടെ? അങ്ങനെ അവൾ പറഞ്ഞ പോലെ ശരിയാണ്, കാമായിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര സൈലൻറ്റും ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഇവിടെ ഭയങ്കര ബഹളമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല.
നമ്മളവിടെ പോയി കിടന്ന് അലച്ച് ബഹളം വയ്ക്കണമെങ്കിൽ ഉള്ളൂ, അല്ലാതെ അവിടെ ബഹളമൊന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇതുപോലെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ഓരോ പ്രതിമകൾ, അല്ലാതെ ഹാൻഡ് വർക്ക് ചെയ്ത് ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ ചെയ്ത് വച്ചിട്ടുണ്ട്. കുറേ ചെയ്താലല്ലേ അതിനൊക്കെ കാണും. സാധാരണ കുറേ ചെയ്താലേ വ്യൂവർ കിട്ടും. ഇത് പക്ഷേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത മഗൻ നിവാസ് എന്ന് പറയുന്നൊരു കെട്ടത്തിനകത്താണ് എത്തിയത്. അതിൻ്റെ അകത്ത് പല ടൈപ്പിലുള്ള ചർക്ക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചർക്കകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അതിനകത്ത് കുറച്ച് ഇതിൻ്റെ ഗാന്ധിജിനെ കുറിച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തി. ഞങ്ങൾ നിർത്തിയെടുത്തുനിന്ന് കുറേ ദൂരം നടന്ന് ഒരു ഹോട്ടലിൽ വലിയ വിധം കണ്ടുപിടിച്ചു. 3 മണിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് 3 മണിക്കാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. പക്ഷേ ആ ഫുഡ് കൊള്ളായിരുന്നു. ഒരു താലി മീലാണ് ഞങ്ങൾ മേടിച്ചത്, എക്സിക്യൂട്ടീവ് മീൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ സൂപ്പ് ഉണ്ടായിരുന്നു, തക്കാളി സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, ജീര റൈസ്. ഞങ്ങളുടെ കുറച്ച് പേര് ഹൈദരാബാദ് ബിരിയാണി അല്ലാതെ വെജ് ബിരിയാണി വാങ്ങിച്ചു. പക്ഷെ അത് രണ്ടും കൊള്ളത്തില്ലായിരുന്നു. വാങ്ങിച്ചവർ തന്നെ അവസാനം അയ്യോ വേണ്ടാന്ന അവസ്ഥയായി. പിന്നെ ഞങ്ങളല്ലാതെ താലിമീൽ അതിൻ്റെ കൂടെ ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. താലിമീൽ നല്ല ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ അവിടെ ബാക്കിൽ ആ കഴിച്ച ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗത്തൊരു സ്ഥലമാണ്. അവിടെ പോയി കുറേ നേരം നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം നിന്നിട്ട് ആണ് ഞങ്ങൾ പിന്നെ ബസ് കയറാൻ പോയത്. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി അവിടെ നിന്നിട്ട് ഞങ്ങൾ ബസ് കയറാൻ പോയി. എന്നിട്ട് ബസ് കയറി റിവർ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് നേരം നിന്നു. ഭയങ്കര പൊടിയായിരുന്നു അവിടെ. എന്നിട്ട് പൊടിയെല്ലാം അടിച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്ത് ഒരു ഫ്ലവർ ഷോ പോലെ സംഭവമായിരുന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ഫ്ലവേഴ്സ് വെച്ച് അവർ ഇഷ്ടംപോലെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി പല പല രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ളിൽ, നല്ല തിരക്കായിരുന്നു. 2025 ഫ്ലവർ ഫെസ്റ്റ് എന്തോ ആണ് അവിടെ. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് 5:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഇനി നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ഫ്ലവർ ഫെസ്റ്റും അവിടുത്തെ ഫ്ലവേഴ്സ് വെച്ചുള്ള സംഭവങ്ങളും കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ, സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ 5 പേരും കൂടി അവിടെ കയറി. നല്ല ഭംഗിയുണ്ട്. അതായത് ഈ ഇതിൻ്റെ നടുക്ക് ഒരു ബ്രിഡ്ജ്, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ പോയി നിന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ ഷോ നടന്ന ഭാഗത്തോടെ നോക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അവിടെ ഫുൾ ലൈറ്റ് ഇടും.
അഹമ്മദാബാദിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് അത്രേ ഉള്ളായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 10:15 ജയ്സൽമീറിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ടേക്ക് പോയി.